ക്രിസ്തോ സത്യവിശ്വാസിമാര സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിച്ച് ജീവിക്കുന്ന സ്വന്തത്തെ മറക്കാൻട്ടെ കൂടെ കൂടിയിട്ടുള്ളേ നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തില് അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. പവിത്രമായ റമളാൻ തിങ്കൾ കഴിഞ്ഞിട്ട് ഒരു വാര യാറൈത്ത്. ഈ ഒരു സന്ദർഭത്തിൽ ഓരോ മുസ്ലിമും ആലോചനാക്കുനായി പ്രധാനപ്പെട്ട ഒരു വിഷയ അതേ ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ സെലക്ട് ആക്കിയത്. അതായത് ഞങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു വിഷയത്തിക്ക് ഞങ്ങൾക്കൊരു അമല് ഞങ്ങൾക്കൊരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു ചൊല്ലുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്സെപ്റ്റ് ആക്കുന്നു, പരലോകത്തെത്തുമ്പോൾ ಅದಕ್ಕೆಲ್ಲ നമുക്ക് പ്രതിഫല കിട്ടണം ചൊല്ലുന്ന ഒരു ആഗ്രഹ. ആ ആഗ്രഹം വെച്ചിട്ട് ഞങ്ങൾ ഓരോ ഇബാദത്തും എടുത്തോല്ല. അതിൻ്റെ ആ ഇബാദത്ത് റമളാൻ തിങ്കളിൽ എടുത്ത ഇബാദത്ത് അത് സ്വീകരിക്കപ്പെട്ട ഇല്ലേ ചൊല്ലുന്നത് ഈ ദുനിയാവിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും പിടിയാവില്ല. പരലോകത്ത് എത്തിയാൽ പിന്നെ ഇതിക്ക് ഞങ്ങളെ അക്കൗണ്ടിൽ എത്ര പ്രതിഫലം ഉണ്ട് ചൊല്ലുന്നതും, എത്ര അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് ചൊല്ലുന്നതും, എത്ര അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല ചൊല്ലുന്നതും, ഇതെല്ലാം പരലോകത്ത് എത്തിയപ്പോയിട്ടിക്ക് ഞങ്ങൾക്ക് പിടിയാവുക. അതല്ലേ ബിദ്അത്ത് ആൾമാരുടെ വിഷയത്തിൽ അല്ലാഹു ഖുർആനിൽ ചൊന്നപ്പ സൂറത്തുൽ കഹ്ഫിലെ ലാസ്റ്റ് ഭാഗത്തിൽ അങ്ങ് വിയർക്കിറാറ് അങ്ങാക്കരുത് നല്ല നല്ല അമലയിട്ടിക്കറ് ചൊല്ലുന്നത് മാത്രമാ പരലോകത്തെത്തുമ്പോൾ എനിക്ക് എന്തും ഇക്കില്ല അങ്ങ് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് അങ്ങ് ഇട്ടിക്കറാറ് ചൊല്ല്. ആ ഒരു ആയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിയുള്ളത് ഇട്ടിക്കരുത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഞങ്ങളെ അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിറ ഇല്ലേ ചൊല്ലുന്ന ഒരു ആത്മപരിശോധന ಅದಕ್ಕೆ ಕೊರಿಯ ವಿಷಯ ಆಲೋಚನಾಕ್ಕೂ ಬೇണ്ടിട്ട് എത്തിക്കറ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ನಾನು നിങ്ങളെದುರು ചൊല്ലും ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ സ്വന്തത്തിൽ ഞങ്ങൾ ഒരു ആത്മപരിശോധന ആക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്ന പൽക മഷ്ഹൂറായ അതേ ഫേമസ് ആയ ഒരു പൽക എത്തിക്കുന്നത് എന്തേ ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നിങ്ങളെ വിചാരണ ആഗ്രഹിക്കും മുന്നോളൂ, ഹിസാബ് എടുക്കും മുന്നോളൂ, നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ ഒരു ഹിസാബ് എടുക്കൂ. വസിനു അൻഫുസകും ഖബല അൻ തൂസനു. നിങ്ങളെ അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കലേക്ക് മുന്നോളൂ, നിങ്ങൾ സ്വന്തത്തെ നിങ്ങളെ അമൽ നിങ്ങൾ തൂക്കി നോക്കൂ. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഹിസാബ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് സുലഭമായി തീർന്ന് അൻ തുഹാസബു അൻഫുസകും അൽയൗം. ഇന്ന് നിങ്ങളെ ഹിസാബ് നിങ്ങൾ എടുത്തിട്ടായെങ്കിൽ പരലോകത്ത് അല്ലാഹു നിങ്ങളെ ഹിസാബ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് സുലഭമായിട്ട് തീർന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന പൽക ഗൗരവപ്പെട്ട അതേപോലെ എല്ലാ തന്റെ യാറ പ്രധാനമായിട്ട് ഞങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിക്കുന്നു. റമളാൻ തിങ്കൾ കഴിഞ്ഞിട്ട് ഒരു വാര കഴിഞ്ഞിട്ട് ഈ റമളാൻ തിങ്കളിൽ ഞങ്ങൾക്ക് ഇബാദത്ത് ഇപ്പം ഞങ്ങളുടെ ജീവനത്തിലുണ്ടാ. ജാമത്തെ നിസ്കാരം ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാ. ഖുർആന്റെ ഓത്ത് ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാ. അതേപോലെ റമളാൻ തിങ്കൾ കറക്റ്റ് എല്ലാ ജമാഅത്തുകൾ ഞങ്ങൾ എത്തുക നോക്കി ഇന്ന ഇപ്പം ഞങ്ങൾ ജമാഅത്തിനൊട്ടികമേ നിസ്കരിച്ചോ ഉള്ളാമ. അതേപോലെ റവാത്തിബ് നിസ്കാരല്ല കറക്റ്റ് നിസ്കരിച്ചോ ഉള്ളാമ. ഇതെല്ലാം ഒരു പരിശോധന നല്ലതായിട്ടിക്കരുത്. കാരണം എന്താ വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സത്യവിശ്വാസിമാരെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കൂ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കി വെച്ചിരാറ് ചൊന്ന് നിങ്ങളെ ജീവനത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കൂ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കൂ. ഈ ആയത്തിൽ ജന്തുപട്ടയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പേടിക്കൂ ചൊല്ലുന്ന വിഷയം ഞങ്ങളെ ഓർമ്മപ്പെടുത്തരുത്. അപ്പൊ ഞങ്ങളെ ജീവനത്തിൽ ഒരു പരിശോധന, പരലോകത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താക്കി വെച്ചിരാ ചൊല്ലുന്ന ഒരു പരിശോധന അത് ഞങ്ങളൊട്ടിಗೆ ഉണ്ടാവും അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ അമൽ നഷ്ടപ്പെടുത്തുന്നുണ്ടായെങ്കിൽ, ഞങ്ങൾക്ക് അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ലാണ്ടായെങ്കിൽ അത് എത്ര വലിയ നഷ്ട ചൊല്ലുന്നത് ഞങ്ങൾക്ക് ഊഹിക്കുക സാധ്യല്ല. ദുനിയാവിലെ ഞങ്ങൾക്കത് സഹിക്കുക സാധ്യല്ല. ദുനിയാവിലെ ചിലപ്പോൾ ഞങ്ങൾക്ക് സ്വർത്തക്ക് ഒരാൾ ഞങ്ങൾക്ക് ശമ്പളം തന്നില്ലാണ്ടായെങ്കിൽ, ഞങ്ങൾക്കറ കഷ്ടപ്പണ്ട സുബൈത്ത് പിടിച്ചിട്ട് അസർത്തോലും ഞങ്ങൾ നയിക്കിറ ആ നയിക്കുന്നത് ഒരാൾ ശമ്പളം തണ്ടില്ല, സാലറി തണ്ടില്ലാണ്ടായെങ്കിൽ എത്ര ഞങ്ങൾ ಬೇಜಾರಾಕ್ರ, എത്ര ഞങ്ങൾ ദുഃഖിക്കറ. ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഫൈറ്റ് ആക്കോ പോണ്ട എന്തെല്ലാക്കറ. ആയെങ്ക ഞങ്ങൾ ഈ ദുനിയാവിൽ കഷ്ടബಂತ അല്ലാഹുവിന്റെ ഇബാദത്ത് എടുത്തിട്ട് പരലോകത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് എന്തും കിട്ടില്ലാണ്ടായെങ്കിൽ
അള്ളാഹുവിന്റെ എതിർല് പൽക്കയോഗം നമുക്ക് എന്തും സാധ്യല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാണ്ടിരിക്കുക ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു, ചില സംഭവം ഞങ്ങൾ ഉണ്ടായിരുന്നു. അത് കേട്ടിക്കര് ചിലപ്പോ ഞങ്ങളെ അമല് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാണ്ടിരിക്കുക. അപ്പൊ അത് കേട്ട് ഞങ്ങളെ അമലിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവും തീരാ. അതല്ലേ അള്ളാഹു ഖുർആനിൽ ചൊല്ലുക, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഥ. ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആവണ്ട. എങ്ങനത്തെ പെണ്ണ്? അവളു സുബൈത്ത് അസർത്തോലു നൂല് തുന്നറാള്, ബല്ലി കെട്ടറാള്. ആ ബല്ലി കെട്ടിട്ട് അതിൽ ഗട്ടിയാക്കിട്ട് ഒരു ബല്ലി ആക്കിട്ട് ലാസ്റ്റ് അസറാമത്തുകു എല്ലാം ഗിൽച്ചു ബുഡ്രൗല പോലെ നിങ്ങൾ ആവണ്ട. അല്ലെ, എത്ര നല്ല ഉദാഹരണം എത്തിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ട്. അപ്പൊ അതേ ആ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ബറവ് തീരാ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കേ, അയവദ്ദു അഹദുകും അൻ തകൂന ലഹു ജന്നത്തുൻ മിൻ നഖീലിൻ വഅനാബിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ലഹു ഫീഹാ മിൻ കുല്ലി ثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت. അതെ, അല്ലാഹു നമ്മളോട് കേൾക്കേ, അയവദ്ദു അഹദുകും, നിങ്ങ ഇഷ്ടപ്പെടുറാറാ, നിങ്ങ ആഗ്രഹിക്കാറാ, അൻ തകൂന ലഹു ജന്നത്തുൻ മിൻ നഖീലിൻ വഅനാബ്, നിങ്ങൾക്ക് ഈത്തപ്പഴത്തെ തോട്ടം ഉണ്ടുണ്ട് നിങ്ങൾ വിചാരിക്കറും, നിങ്ങൾക്ക് മുന്തിരിങ്ങയുടെ തോട്ടം ഉണ്ടുണ്ട് നിങ്ങൾ വിചാരിക്കറും. അതേപോലെ അത് മാത്രമല്ല, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടത്തിൽ നല്ല അരുവി, നല്ല തങ്ങി ഒഴുകുന്ന തോട്ടം എത്തിക്കുന്നത്. അങ്ങനത്തെ തോട്ടം നിങ്ങൾക്ക് ഉണ്ടുണ്ട് നിങ്ങൾ വിചാരിക്കറും. വഅസാബഹുൽ കിബറു വലൗ ദുർരിയത്തുൻ ദ്വഅഫ, നിങ്ങൾക്ക് വയസ്സൈര്, അതേപോലെ നിങ്ങൾക്ക് ആ തോട്ടത്തെ നോക്കുക നിങ്ങളെ കൊണ്ട് സാധ്യല്ല, അതിന്റെ നിങ്ങളെ മക്കൾക്കും സാധ്യത ഇല്ല. വലൗ ദുർരിയത്തുൻ ദ്വഅഫ, മക്ക ഒട്ടും ദുർബലായിട്ടുള്ള ചെറിയ ചെറിയ മക്ക ഇട്ടിക്കരുത്. അപ്പൊ അങ്ങനത്തെ ഒരു തോട്ട, നല്ല ഒരു തോട്ട, നിങ്ങൾക്ക് ആ തോട്ടത്തെ നോക്കുക സാധ്യമില്ലാത്ത ഒരു തോട്ട, നിങ്ങളെ മക്ക ദുർബലായിട്ടുള്ളാറ്. അപ്പൊ ഇങ്ങനത്തെ ഒരു തോട്ട നിങ്ങൾക്ക് ഉണ്ടുണ്ട് നിങ്ങൾ വിചാരിക്കറു. ഇങ്ങനെ നിൽക്കുമ്പോൾ ആ തോട്ടക്ക് തീ പിടിക്കരുത്, സഡന് തീ പിടിക്കരുത്. എല്ലാം ആ തോട്ടത്തെ കത്തുപാട്ടി വിടും, എല്ലാം നാശാക്കി വിടും. ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കാറാ? അല്ലാഹു കേൾക്കും, ഇല്ല, ഞങ്ങൾ ഒരിക്കും ആഗ്രഹിക്കില്ല. അത് ആഗ്രഹിക്കില്ല, ഞങ്ങൾ ദുനിയാവിൽ ഞങ്ങൾക്ക് അത് ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരു വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പൊ അതേപോലെ പരലോകത്ത് നിങ്ങാക്കിയ അമൽറെ എല്ലാം നഷ്ടപ്പെട്ടു പോണ്ട ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ടിക്കറ്റ് ചൊന്തയിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അവിടെ പഠിപ്പാട്ടി തണ്ടേ. അപ്പൊ അത് കഴിത്ത് ഞങ്ങളെ അമൽറെ സ്വീകരിക്കുക വേണ്ടിയിട്ട് ഞങ്ങൾ എന്താക്കണം? കോശിഷാക്കും. ഉലമാക്കന്മാർ ചൊല്ലാറ്, ഒരാൾ അമലാക്കരുതല്ല വലിയ വിഷയ, അമലാക്കിയതിരെ അത് നഷ്ടപ്പെടാണ്ടിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണു, അതേറ്റിക്കര വലിയ വിഷയ, അതിനെ സംരക്ഷിക്കരുതേറ്റിക്കര വലിയ വിഷയ. അപ്പൊ അത് കഴിത്ത് അമല് സംരക്ഷിക്കപ്പെടണം, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അമലുക്ക് കൂലി കിട്ടണം. അത് സ്വീകരിച്ചിട്ടാ ഇല്ല ചൊല്ലത് ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ പിടില്ല. മാത്രമാ ഉലമാക്കന്മാർ ചൊല്ലാറ്, ദുനിയാവിൽ ഞങ്ങൾക്ക് ചില സൈനില് അള്ളാഹു ഞങ്ങൾക്ക് അത് പഠിപ്പാട്ടി തണ്ട. ഞങ്ങളെ അമല് കബൂൽ ഐറാ ഇല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്സെപ്റ്റ് ഐറാ ഇല്ലേ ചൊല്ലുற വിഷയ, ಅದಕ್ಕೆ ಕೊರೆಯ ಅಡೆಯಾಲ ಉಂಡು. 6 ಅಡೆಯಾಲ, 6 ಸೈನ್ಸ್, 6 ಲಕ್ಷಣ ಉಲಮಾಕന്മാർ നമുക്ക് അത് പഠിപ്പാട്ടിരാർ. ആ 6 ലക്ഷണ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടുണ്ടായെങ്കിൽ ഞങ്ങളെ അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ആക്കിയിട്ട് നമുക്ക് തൃപ്തിപ്പെടാം, അല്ലേ? അപ്പൊ ഏതല്ല ആ ഒരു 6 ലക്ഷണ അതേറ്റിക്കറ് ഇന്നത്തെ ക്ലാസ്സിൽ ചൊല്ലുക ഉദ്ദേശിക്കുക. ഒന്നാമത്തേത് ഞങ്ങൾ മനസ്സിലാക്കുമുള്ളത്, ഒരു അമൽ ആക്കിയിട്ട് ആ അമല് നിപ്പാട്ടിട്ട് പിന്നെ ധിക്കരിക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ പറത്തീരാ. പിന്നെ അള്ളാഹു ധിക്കരിക്കുന്ന ഒരവസ്ഥ ಬಂತುಂಟಾയെങ്കിൽ ഈ അമല് അള്ളാഹു സ്വീകരിച്ചിട്ടില്ലാണ്ടേറ്റിക്കുന്ന ಅದರ ಅರ್ಥ, അല്ലെ? റമളാൻ തിങ്കളിൽ ഞങ്ങൾ നല്ല ഇബാദത്ത് എടുത്ത അള്ളാഹുരെ പേടിച്ച് ജീവിച്ച, അതേപോലെ അള്ളാഹുരെ അനുസരിച്ച, എല്ലാ നോമ്പും ഞങ്ങൾ പിടിച്ച, സ്വതക്കാക്കിയ, എല്ലാം ആക്കിയ, ഖുർആൻ ഓതിയ, മാത്രമല്ല റമളാൻ തിങ്കൾ തീർന്നതോട് കൂടിയിട്ട് പിന്നെ അള്ളാഹു ധിക്കരിക്കുന്ന ഒരവസ്ഥ, അള്ളാഹു എതിർക്കുന്ന ഒരവസ്ഥ, വേണ്ടാത്ത ഫാഹിഷത്ത് ബെടക്കത്തരത്തുക്ക് ബൂളുற ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ಬಂತುಂಟಾയെങ്കിൽ ആ റമളാൻ തിങ്കളുടെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോയിര്, അത് കബൂലാക്കിയിട്ടില്ല ചൊല്ലുற ഒരു അടയാളയിട്ടിക്കറ് ചൊല്ലതേറ്റിക്കറ് ഉലമാക്കന്മാർ നമുക്ക് പഠിപ്പാട്ട്. നോക്കൊരു ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ചൊല്ലുற പൽക്ക, മൻ അമില ത്വാഅതൻ മിൻ ത്വാഅതി വഫരിഗ മിൻഹാ, ആരെങ്കിലും ഒരു അമല്, ഒരു നല്ല അമല് സ്വാലിഹത്ത് ആക്കിയ, അല്ലാഹുവെ അനുസരിച്ച, فعلامة قبولها من يصلها بطاعة أخرى. ഒരാൾ നല്ല അമലാക്കിയിട്ട് ആ അമൽ അല്ലാഹു കബൂലാക്കിറാണ്ട് എങ്ങനെ പിടിയാവരെ അവൻ നെക്സ്റ്റ് പിന്നൊരു അമലാക്കിറ, അമൽ സ്വാലിഹത്ത് ആക്കിറ.
അങ്ങനെ അമൽ സാലിഹത്ത് ആക്കിയോ പോണ്ട. അങ്ങനെ ആക്കിയോ പോണ്ടതെಂದ್ರೆ ഈ അമൽ ഖബൂൽ ആയിരുണ്ടೈತಿಕ್ರ ಅದರ ಅರ್ಥ അയങ്ക വഅലാമതു റദ്ദിഹാ അൻ യുഅഖിബ തിൽക തഅഅതി ബിമഅസിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമൽ ഖബൂൽ ആക്കിയിട്ടില്ല ചൊல்றது ഒരു അടയാളായിട്ടിക്റ്. ഒരു നല്ല അമലാക്കിയാൽ പിന്നെ അവൻ അല്ലാഹു ഒരു ധിക്കരിക്കാണ്ടായെങ്കിൽ അവൻ അല്ലാഹുവിനെ അനുസരണക്കേട് കാട്ടിയ വേണ്ടാത്ത ഫാഹിഷത്ത് ബർക്കത്തറത്തുക ബൂന്നുണ്ടായെങ്കിൽ അവന് നാക്കിയ നല്ല അമല് അത് നഷ്ടപ്പെട്ടു പോയിട്ട് അത് അല്ലാഹു ഖബൂലാക്കിയിട്ടില്ലാണ്ടായിട്ടിക്റ്. ಅದರ ಅರ್ಥ ഉണ്ടായിട്ടിക്റ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ നമുക്ക് പഠിപ്പാട്ടിതുണ്ട്. ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചന ആക്കി നോക്കൂ. റമദാൻ തിങ്കള് ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട് ആ റമദാൻ തിങ്കള് ഞങ്ങൾ എത്ര എത്ര ഇബാദത്താക്കിയ നല്ല നല്ല അമലാക്കിയ ആ റമദാൻ കഴിഞ്ഞിട്ട് ആ റമദാൻ തീരോട് കൂടിയിട്ട് ഞങ്ങളെ എല്ലാ ബെടുക്കത്തറ ഞങ്ങൾ റമദാൻ തിങ്കള് മുതലാക്കി പോയ എല്ലാ ബെടുക്കത്തറ വാപ്പാസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊമണ്ടായിട്ടായെങ്കിൽ റമദാൻ തിങ്കള് എന്തൊരു ഫായതയും റമദാൻ തിങ്കള് എന്തൊരു അമൽ അല്ലാഹു ഞങ്ങൾ ഖബൂലാക്കിത്ത് ചൊല്ലുற ഒരു പേടി ഞങ്ങളുടെ മനസ്സിൽ ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവണു ചൊല്ലുறதை ഒന്നാമത്തേത് നാം മനസ്സിലാക്കുകയില്ലേ. അതേറ്റിക്കറ് അമല് ഖബൂലാക്കിത്ത ഇല്ല ചൊല്ലതുക്ക് ഒന്നാമത്തെ പരിശോധന അതേറ്റിക്കറ്. രണ്ടാമത്തെ പരിശോധന അൽ മുദാവമതു അലൽ അഅമാലി സ്വാലിഹ. ഒരു അമല് ആക്കുക സ്റ്റാർട്ട് ആക്കിയിട്ടായെങ്കിൽ പിന്നെ അതിൽ കണ്ടിന്യൂ ആക്കുന്നത് അത് അമല് ഖബൂലായതിൽ അർത്ഥയിട്ടിക്കറുണ്ടായിട്ടിക്കറ്. ഉലമാക്കന്മാർ നമുക്ക് പഠിപ്പാട് ഒരു അമൽ ആക്കിയത് പുതിയ ഒരു അമൽ തന്നെ സ്റ്റാർട്ട് ആക്കിയ അത് പിന്നെ ജീവിതത്തിൽ കണ്ടിന്യൂ ആക്കി വയ്ക്കേ ഒരു നാളും വിടാണ്ടെ അത് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ കൊമണ്ടേ അത് അമലു ഖബൂലായതിൽ അടയാളിട്ടിക്കറ്. അതേറ്റിക്കറ് സൈന് ചൊന്തുലമാക്കന്മാർ നമുക്ക് പഠിപ്പാട്ടാർ. ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലുന്നത് കാണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമലൻ അസ്ബതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമൽ ആക്കിയിട്ടുണ്ടായെങ്കിൽ പിന്നെ അതിൽ ഗട്ടി നിണ്ടോ ഇന്ത് പിന്നെ എല്ലാ നാളും അതാക്കി ഇന്ത് ഒരു നാളാക്കരെ പിന്നെ പിറ്റേന്ന നാൾ ಬಿಡ್ರೆ പിന്നെ ഒരു നാളാക്കരെ പിന്നെ ഈമാൻ ജോഷാവുമ്പത്തു ആക്കರೆ പിന്നെ ഈമാൻ കുറയുമ്പത്തു ಬಿಟ್ಟುಬಿಟ್ರೆ അങ്ങനത്തെ ഒരു അവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല ಅಂತ അതേറ്റിക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പാട്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ആക്കற ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കற ഹദീസിൽ നമുക്ക് കാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തന്റെ ഇഷ്ടപ്പെട്ട അമൽ ഇട്ടിക്കറെಂದ್ರೆ ഒരാളുടെ ജീവിതത്തിൽ ഒരു അമൽ സ്റ്റാർട്ട് ആക്കിയെന്നെ പിന്നെ അതിനെ കണ്ടിന്യൂ ആക്കരുത് അല്ലാഹു എല്ലാ തന്റെ ഇഷ്ടപ്പെട്ട കാര്യം എത്തിക്കറ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തന്റെ ഇഷ്ടപ്പെട്ട വിഷയം എത്തിക്കറെಂದ್ರೆ ഒരു അമൽ കണ്ടിന്യൂ ആക്കരുത് വഇൻ ഖല്ല അത് എത്ര തെല്ലായെങ്കും സമ അല്ലേ. റമദാൻ തിങ്കൾ ഒരു നാൾക്ക് 10 പേജ് ഓതിയങ്ങ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ സാധിക്കാല അപ്പൊ ഒരു പേജ് ഓതുകൂ അതിൽ കണ്ടിന്യൂ ആക്കി ബേക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. റമദാൻ തിങ്കളിൽ പോണുന്ന റക്കാത്ത് ജാവന നിസ്കരിച്ചു ഇന്നങ്ങ ചിലപ്പോ ഇപ്പൊ നമുക്ക് അത് സാധിച്ചിട്ടില്ലാണ്ടെങ്കിൽ ഒരു 3 റക്കാത്തെ നിസ്കരിക്കൂ അതിൽ കണ്ടിന്യൂ ആക്കി ബേക്കൂ നമുക്ക് സാധിക്കും. അത് എത്ര തെല്ലായെങ്കും അതിൽ കണ്ടിന്യൂ ആക്കരുത് ഇട്ടിക്കറ്. അള്ളാഹുಗೆ ಎಲ್ಲ തന്റെ ഇഷ്ടപ്പെട്ടത് ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നത് കാണും. അപ്പൊ അത് കഴിത്ത് ഞങ്ങൾ അമൽ കണ്ടിന്യൂ ആക്കി വെച്ചിരാമ ചൊല്ലുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. അത് ആലോചന ആക്കണം. അപ്പൊ ഇതേറ്റിക്കറ് രണ്ടാമത്തെ ഒരു അടയാളായിട്ട് ഉലമാക്കന്മാർ നമുക്ക് പഠിപ്പാട്ടു. സഹാബികളുടെ ജീവൻ എടുത്തു നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം അങ്ങ് പഠിപ്പാട്ടിട്ടുണ്ടായെങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അതങ്ങ് കണ്ടിന്യൂ ആക്കി ഇന്നാർ ഒരു നാളും കൂടാണ്ടെ അതങ്ങ് പ്രവർത്തിച്ചു ഇന്നാർ. അതുകൊരു ഉദാഹരണം എത്തിക്കറ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഞങ്ങൾക്ക് പിടിയുള്ളതായിട്ടിക്കറ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ പെഞ്ഞായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മോളു ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗത്തു പോയിട്ട് ഒരു ഖാദിമിനെ കേക്കറെ സംഭവം ഞങ്ങൾക്ക് പിടിയുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ റൗത്തു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാണ്ട് നോക്കൂ നബി അവിടെ ഇല്ല ಅಂತ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് ആവശ്യം ചൊല്ലു ഞങ്ങൾ ഔത്തു ഒരു ഖാദിമ വേണം പണിയെടുത്തിട്ട് ഞങ്ങളുടെ കൈക്കാലെല്ലാം ബച്ചു പോയിട്ട് അങ്ങനെ ഒരു ഖാദിമരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ നിങ്ങൾ കേൾക്കുന്നു ചൊಂತು ಆಯಿಷಾ റളിയല്ലാഹು അൻഹ ರೊಟ್ಟಿಗೆ ಚೊಂತು ಫಾತಿಮ റളിയല്ലാഹು ಅನ್ಹ പോണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെല്ലാരെ വിട്ടു വന്നപ്പ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വിഷയം ചൊല്ലു നിങ്ങളെ മോള് പന്തിന്നാല് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ആവശ്യപ്പെട്ടാല് അങ്ങനെ രണ്ട് ജാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിരെ എന്തിലെ വർണ്ണുകുല്ലെ സാമാനുണ്ട് അതെല്ലാം എടുത്തോണ്ടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ റൗത്തുക്ക് പോയിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹരെ ഔത്തുಗೆ പോയിട്ട്
ആ ഔത്തു പോയിട്ടാകുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടിത് കണ്ടിട്ടേ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ എഞ്ചിരിക്കുകയും നോക്കിയാൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈക്കുരു അങ്ങനെ അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചൊല്ലു അല ഉഅല്ലിമുകുമാ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പാട്ടി തരട്ടാ നിങ്ങൾ ഒരു ഖാദിമിനെ നന്നൊട്ടിക്ക് ആവശ്യപ്പെട്ടാറ് അയങ്ക ആ ഖാദിമുകൾക്കാണ് ഹൈറായ ഒരു കാര്യ ഞാൻ നിങ്ങൾക്ക് പഠിപ്പാട്ടി തരട്ടാ അപ്പൊ അങ്ങ് ചൊന്നാറ് ബലായ റസൂൽ അള്ളാഹുടെ റസൂലെ നിങ്ങൾക്ക് അത് പഠിപ്പാട്ടി തരും അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ജാമന വർന്നിരനാർത്തുക്ക് സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലു അൽഹംദുലില്ലാഹ് 33 വട്ടം ചൊല്ലു അല്ലാഹു അക്ബർ 34 വട്ടം ചൊല്ലു ഇത് നിങ്ങൾക്ക് ഒരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാണ് ഹൈറൈത്തിക്ക് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി കൊടുക്കും അതിൽ പിന്നെ ആ ഹദീസ് റിപ്പോർട്ടാക്കി അലി റളിയല്ലാഹു അൻഹു ചൊല്ലു മാ തറക്തുഹു മുൻദു സമിഅതുഹു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ ഒരു പ്രവൃത്തി ഈ ഒരു അമൽ നാ കേട്ടൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ പിന്നെ നാ വിട്ടുട്ടേക്കാലെ എല്ലാ ജാവും ഞാൻ ഇത് ചൊന്നോ ഇന്ന് അപ്പൊ ഇത് ചൊന്നപ്പ ഒരാള് അലി റളിയല്ലാഹു കേക്കറ് വലാ ലൈലത സിഫീൻ യുദ്ധത്തെ സന്ദർഭത്തിലും നിങ്ങൾ അത് വിട്ടിട്ടില്ലേ സിഫീൻ യുദ്ധം എന്തേ അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന വലിയൊരു ഫിത്നയിത്തിക്കറ് വലിയൊരു ഫസാദയിത്തിക്കറ് ഖവാരിജുമാരുടെ നടുലും അതേപോലെ സഹാബിമാരുടെ നടുലും നടന്നതായി വലിയ ഒരു യുദ്ധയിത്തിക്കറ് സിഫീൻ യുദ്ധം അത് ഭയങ്കര ടെൻഷനാക്കി ഒരു യുദ്ധയിത്തിക്കറ് ആ സന്ദർഭത്തിൽ സമയത്ത് നിങ്ങൾ വിട്ടിട്ടില്ലേ എന്ന് കേട്ടപ്പ അലി റളിയല്ലാഹു ചൊല്ല പൽക്ക വലാ ലൈലത സിഫീന്റെ ജാവുകും ഞാനത് വിട്ടിട്ടില്ല ചൊല്ലാണ്ട് തെച്ചിട്ടില്ല ആ ഒരു ജാവുലും ഞാൻ എന്താക്കിയ ഈ ഒരു പ്രവൃത്തി ഞാൻ ആക്കിര സ്വന്തം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യത അപ്പൊ നോക്കൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി ഒരു കാര്യ ജീവിതത്തിൽ എത്രേ വലിയ ടെൻഷൻ ബർട്ട് എത്രേ വലിയ കാര്യാവട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നതില് സഹാബിമാർ കാട്ടുന്ന ഇൻട്രസ്റ്റ് എന്തേ അത് ഒരു ചെറിയ അംശം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചൊല്ലത് ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുകയില്ലേ അല്ലേ ഞങ്ങൾ റമദാൻ തിങ്കളാക്കി അമല് ഞങ്ങൾ കണ്ടിന്യൂ ആക്കി ബേക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം അത് മുദാവമത്തായിട്ട് തീർക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ നോക്കൂ അബ്ദുല്ലാഹ് റളിയല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാളുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു നിഅമർ റജുൽ അബ്ദുള്ള എത്ര നല്ല മനുഷ്യ ലൗ കാന യുസല്ലി മിനൽ ലൈൽ അയാൾ ജാമന നിസ്കരിച്ചിരെങ്കിൽ എത്ര നല്ല അതിരാണ് നല്ല മനുഷ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ അബ്ദുള്ള എത്ര നല്ല മനുഷ്യ മാത്രമല്ല ജാമന നിസ്കരിച്ചെങ്കിൽ പിന്നും ഖൈറാവത്ത് ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നപ്പ ഈ ഹദീസ് റിപ്പോർട്ടാക്കിയ സാലിം ചൊല്ലേ വകാന അബ്ദുല്ലാഹി ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈൽ ഇല്ലാ ഖലീല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പിന്നെ ജാമന തെല്ല് നേരല്ലാണ്ടെ ഉറങ്ങു ഇല്ലാന്ത് യാര നിസ്കരിച്ചു എന്തിന്റെ തിക്കറ് സാലിം റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യത നോക്കൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പൽക്ക് കേട്ടൽ പിന്നെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അത് വിട്ടിട്ടേ ഇല്ല ജാമന നിസ്കരിച്ചു എന്തിന്റെ തിക്കറ് നമുക്ക് കാണാൻ സാധ്യത മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുടെ വിളിച്ചിട്ട് ഉപദേശാക്കരുത് നമുക്ക് കാണണ്ടേ യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാൻ നീ ഒരാളെ പോലെ ആവണ്ട എങ്ങനത്താല് കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമുൽ ലൈൽ ഒരേ നാള് ഖിയാമുൽ ലൈൽ നിസ്കരിക്കറ പിന്നെ അതിനെ വിട്ടുവിടറോണ്ടേ അവന്റെ പോലെ നീ ആവണ്ട ചൊല്ലുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുടെ ഉപദേശാക്കരുതും നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യവും അപ്പൊ ഞങ്ങ ജാമന നിസ്കരിച്ച 1 റക്അത്ത് നിസ്കരിച്ച റമളാനില് അപ്പൊ ഈ ഒരു ജാവലും റമളാൻ തിങ്കളിൽ തീന്നൽ പിന്നെ അതോടെ വിട്ടുവിടുற പോലെ ആവണ്ട ഒരു 3 റക്അത്ത് അറ്റ്ലീസ്റ്റ് 3 റക്അത്ത് നിസ്കരിക്കൂ ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിക്കറ് അതേ ടിക്കറ് നാം മനസ്സിലാക്കുകയില്ലേ അപ്പൊ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുണ്ടായെങ്കിൽ ആ അമല് കബൂലായി ചൊല്ലുന്ന ഒരു അടയാള ടിക്കറ് ഉലമാക്കന്മാർ നമുക്ക് പഠിപ്പാട് മൂന്നാമത്തെ അടയാള ചൊല്ലേ ഷവ്വാൽ തിങ്കളുടെ 6 നോമ്പ് പിടിക്കുകയില്ല തൗഫീഖ് കിട്ടുന്നത് റമളാൻ തിങ്കളുടെ ആ ഒരു ഇബാദത്ത് സ്വീകരിക്കുകയില്ല കാരണം അത് സ്വീകരിച്ചത് ചൊല്ലുന്ന ഒരു അടയാള ടിക്കറുണ്ട് ഉലമാക്കന്മാർ വിശദീകരിക്കരുത് നമുക്ക് കാണാൻ സാധ്യം അല്ലെ ഷവ്വാൽ തിങ്കളുടെ 6 നോമ്പ് ആ 6 നോമ്പുക്ക് മഹത്വമുണ്ട് ഭയങ്കര വലിയ മഹത്വമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മൻ സാമ റമളാന ثم اتبعه 6 من شوال كان كصيام الدهر ആരെങ്കിലും റമളാൻ തിങ്കളുടെ നോമ്പ് പിടിച്ച ثم اتبعه 6 من شوال പിന്നെ ഷവ്വാൽ തിങ്കളുടെ 6 നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ كان كصيام الدهر അവൻ ഒരു വർഷം ഇടി നോമ്പ് പിടിച്ച പോലെ ആണ്ടെ തിക്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു അതേ ഒരു വർഷം ഇടി നോമ്പ് പിടിച്ച പോലെ ഉലമാക്കന്മാർ അത് വിശദീകരിക്കാറ്
അല്ലെ ഒരു തിങ്കളിൽ റമദാൻ തിങ്കളിൽ 30 നോമ്പ് പിടിച്ച അപ്പൊ ഒരു നോമ്പ് 10 ഇരട്ടി കൂലി കിട്ടിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേ. അപ്പൊ 10 ഇരട്ടിയെ പോലെ 30 നാൾ ഉണ്ടായെങ്കിൽ 300 ആ ഒരു 300 നാളില് ആ ഒരു കൂലി കിട്ടി. പിന്നെ 6 നാൾ 10 ഇരട്ടിയെ പോലെ 60 നാളിൽ കൂലി കിട്ടി. അങ്ങനെ 364 ഒരു വർഷം ഇടി നോമ്പ് പിടിച്ചതിക്ക് സമാന ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പടിപ്പാട്ടി തണ്ടത് നമുക്ക് കാണാൻ സാധ്യമാവും. അപ്പൊ നമ്മ ഇപ്പം ഈ ശവ്വാൽ തിങ്കളുടെ 6 നോമ്പ് അത് നിസ്സാറായിട്ട് കാണുന്ന അതൊരു സുന്നത്തല്ലേ, അതെന്താവില്ല അങ്ങനെ ബിയർക്ക് തീര നങ്ങ സുന്നത്ത് ചൊല്ലുற ആ ഒരു നിലക്ക് ഞങ്ങൾ എന്താക്കണം അതൊരു പ്രധാനമായിട്ട് ഞങ്ങൾ കാണും അല്ലെ. അതൊരു സുന്നത്തായിട്ട് അതൊരു നിസ്സാരമായിട്ടുള്ള മനോഭാവ ഞങ്ങളുടെ കൂത്തീര സുന്നത്ത് അതെന്താക്കരുത് ഞങ്ങളെ ഫർലില് തന്നെ ന്യൂനത്തരെ സമാക്കരുത്. ഫർലില് എന്തിനാ ഞങ്ങൾക്ക് ന്യൂനത ബന്നറ അതെന്താക്കരുത് സുന്നത്ത് സമാക്കരുത്. അത് നിസ്കാരായെങ്കും സക്കാത്തായെങ്കും അതേപോലെ നോമ്പായെങ്കും എല്ലാം അങ്ങനെ എത്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരു ഹദീസിൽ കണ്ട് അവ്വലു മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ. പരലോകത്ത് ഒരു അടിമരെ അമൽ വെച്ചിട്ട് ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് എടുക്കരെ അവന്റെ നിസ്കാരത്തെ വിഷയത്തിക്കരുത്. ഫഇൻ കാന അക്മലഹ കുതിബ ലഹു കാമില. ആ നിസ്കാര ഫർള് നിസ്കാര ഒരാളത് കറക്റ്റ് ആയിട്ടുണ്ടായെങ്കിൽ അവർക്ക് പരിപൂർണമായ പ്രതിഫലം കിട്ടും. ഫർള് നിസ്കാരം ഞങ്ങൾക്ക് കറക്റ്റ് ഉണ്ടാ ചിലപ്പോ മനുഷ്യന്മാർ അശ്രദ്ധായി കൊണ്ടു അല്ലെ, അതേപോലെ എന്തേ ഒരു ന്യൂനത്തെ ബറു. അപ്പൊ ന്യൂനത്തെ ബന്തുണ്ടായെങ്കിൽ ആ ഫർള് നിസ്കാരത്തില് അവർക്ക് ന്യൂനത്തെ ബന്തുണ്ടായെങ്കിൽ കാലിൽ മലായിക്ക മലക്കുമാറൊട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറ ഉൻദുറു ഹൽ തജിദൂന ലി അബ്ദി തതവ്വുഇൻ. അവനക്ക് സുന്നത്തായി എന്നെ ഒരു നിസ്കാരം ഉണ്ടായിട്ട് നോക്കൂ. അങ്ങനെ നോക്കിയപ്പ ഉണ്ടുണ്ടായെങ്കിൽ ഫഅക്മിലു ബിഹാ മാ ദയ്യഅഹ മിൻ ഫരീളതിഹി. അവന്റെ ഫർള് നിസ്കാരത്തിൽ എന്ത് ന്യൂനത ഉണ്ടാ അത് ഈ സുന്നത്ത് നിസ്കാരത്തില് കംപ്ലീറ്റ് ആക്കൊരു, അതിനെ നിങ്ങ പൂർത്തിയാക്കൊരു, അതിനെ നിങ്ങ സമാക്കൊരു ചൊന്തേ തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുമാറൊട്ടിಗೆ ചൊല്ലുറേ. അപ്പൊ നോക്കൊരു നിസ്കാരത്തിൽ എന്ത് ഫർള് നിസ്കാരത്തിൽ ന്യൂനത ബന്ധുണ്ടായെങ്കിൽ സുന്നത്ത് നിസ്കാര ഈ ഫർള് നിസ്കാരത്തെ എന്താക്കരുത് കംപ്ലീറ്റ് ആക്കരുത്. അതേപോലെ സുമ്മ സക്കാത്തും അതേപോലെ സക്കാത്ത് കൊടുക്കുന്നതിൽ എന്ത് ന്യൂനത ബന്ധുണ്ടായെങ്കിൽ സ്വതക്ക കൊടുത്തുണ്ടായി ആ സ്വതക്കല് ഇതെന്താ ഒരു സക്കാത്ത് കംപ്ലീറ്റ് ആവും. സുമ്മ തുഖദുൽ അഅമാലു അലാ ഹസബി ദാലിക്. എല്ലാ അമലും അതേപോലെ അതിന്റെ അടിസ്ഥാനത്തിൽ എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കറേ ചൊന്ത എത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അപ്പൊ നമുക്ക് അതെ റമദാൻ തിങ്കളിലെ നോമ്പ് ഞങ്ങൾ പിടിച്ച പിന്നെ സുന്നത്തായ നോമ്പ് ഞങ്ങൾ പിടിക്കും ശ്രദ്ധിക്കണം. അപ്പൊ എന്താ ഒരു ഫർള് നോമ്പിൽ എന്നെ ഒരു ന്യൂനത ബന്ധുണ്ടായ സുന്നത്തായ നോമ്പിലും അത് സമാവോട് ചൊന്ത എത്തിക്കറ് ഞാൻ മനസ്സിലാക്കൂല്ലേ. ഇപ്പൊ പറയാ ഇപ്പൊ റമദാൻ ശവ്വാൽ തിങ്കൾ 6 നാൾ കഴിഞ്ഞിട്ടല്ലേ ഇനി പിടിക്കാമോ? ശവ്വാൽ തിങ്കളിലെ ഫസ്റ്റ് 6 നാളിലേ പിടിക്കണില്ല. ശവ്വാൽ തിങ്കളിൽ ഏത് നാളിൽ വേണേ നമുക്ക് എന്താക്കാം പിടിക്കാം. ശവ്വാൽ തിങ്കൾ തീരേക്ക് മുന്നോളും 6 നോമ്പ് നമുക്ക് ഏത് നാളിലും പിടിക്കാം. അത് വിട്ടുവിട്ടിട്ടും പിടിക്കാം, അതേപോലെ കണ്ടിന്യൂ ആക്കിയിട്ടും പിടിക്കാം. അതായിട്ട് ആ വിഷയത്തിൽ നാം മനസ്സിലാക്കൂല്ലേ. അതിന് പിന്നെ കുറെ ആൾമാർ ക്വസ്റ്റ്യൻ കേൾക്കാറ് എന്തേ റമദാൻ തിങ്കളിൽ ബുട്ട നോമ്പിക്കരുത്, ഫർള് നോമ്പിക്കരുത്. ആ ഫർള് നോമ്പ് ബുട്ടത് ചിലപ്പോ യാത്ര കൊണ്ടിട്ടാ, അല്ലെങ്കിൽ രോഗിയായിട്ടാ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്താ പീരിയഡ്സ് ആയിട്ടാ, അങ്ങനെ തപ്പിപ്പോയിട്ടിക്കരുത്. അപ്പൊ ശവ്വാലിന്റെ നോമ്പ് പിടിക്കാണ്ട് റമദാന്റെ തിങ്കളുടെ ആ കംപ്ലീറ്റ് ആക്കിയിട്ടേ പിടിക്കണ അല്ല. ശവ്വാല് നോമ്പ് പിടിച്ചിട്ട് പിന്നെ റമദാന്റെ കംപ്ലീറ്റ് ആ ഒരു നോമ്പ് കംപ്ലീറ്റ് ആക്കിയ കലാ ബീറ്റിങ് മയ്യവാ ചൊന്ത് കേൾക്കാറ്. മയ്യവർ ശവ്വാൽ നോമ്പ് ആ ഒരു നോമ്പ് 6 നോമ്പ് പിടിച്ചിട്ട് പിന്നെ റമദാൻ തിങ്കളിൽ ബുട്ട നോമ്പ് പിടിക്കുന്നതിലും എന്തില്ല പ്രോബ്ലം ഇല്ല. മാത്രമാ വലിയ ഒരു എന്ത് പ്രതിഫലം നഷ്ടപ്പെടുന്നത്. ഏത് പ്രതിഫല? ഒരു വർഷം നോമ്പ് പിടിച്ച കൂലി അത് കിട്ടണുണ്ടായി എന്താക്കണം റമദാനിൽ വിട്ടുപോയ നോമ്പ് ഫസ്റ്റ് കലാ ബിട്ടണു, പിന്നെ ശവ്വാലിന്റെ 6 നോമ്പ് പിടിക്കണം. അതെന്താ അങ്ങനെ? അതങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പാട്ടിരി മൻ സാമ റമളാന ആരെങ്കിലും റമളാൻ തിങ്കളിൽ നോമ്പ് പിടിച്ചാറ് സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ. നബിയുടെ ആ ഒരു പദപ്രയോഗമേ അങ്ങനെ സുമ്മ അത്ബഅഹു പിന്നെ അതിനെ ഫോളോ ആക്കണം. എന്തിന്? സിത്തം മിൻ ശവ്വാൽ. ശവ്വാലിന്റെ 6 നോമ്പ് റമളാൻ തിങ്കളുടെ നോമ്പ് ഫോളോ ആക്കിയിട്ട് വർത്ത പിടിച്ചിട്ടായെങ്കിൽ കാന കസിയാമിദ്ദഹർ. അപ്പൊ അത് കഴിട്ട് നല്ല ഫസ്റ്റ് റമളാൻ തിങ്കളിൽ വിട്ടുപോയി നഷ്ടപ്പെട്ടു പോയി ആ ഒരു നോമ്പ് പിടിച്ചിട്ട് പിന്നെ ശവ്വാലിന്റെ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നോമ്പ് പിടിച്ച കൂലി കിട്ടറ്. ഇനി അതല്ല ഒരാൾക്ക് ശവ്വാലിലെ റമളാൻ തിങ്കളുടെ നോമ്പ് പിടിച്ചു തീരിലുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ വേണമെങ്കിൽ പിടിക്കുക, പ്രോബ്ലം ഇല്ല. ശവ്വാലിന്റെ
வாரணம் பிடிச்சண்டாய அதுக்கு முன்னலே பிடிச்சண்டாய அவனுக்கு அதில் கூலி கிட்டு சொல்றது நாங்க மனசிலாக்குனா ஒரு காரியத்திற்கு. அப்ப ஏதாங்க நான் சொன்ன வந்த விஷயம் ഞങ്ങളെ അമല് സ്വീകരിക്കപ്പെട്ട ചൊല്றதுக்கு ഒരു അടയാളിട്ടിക്ക് ഷവ്വാൽ 6 തിങ്കളുടെ നോമ്പ് അവനക്ക് പിടിക്കുള്ള തൗഫീഖ് ഉണ്ടാവുന്നു ചൊല്றது നാം മനസ്സിലാക്കുന്നു. നാലാമത്തെ അടയാള ഉലമാക്കന്മാർ ചൊല്റേ ളുഹൂർ അസറുൽ ഇബാദത്തി അലാ അഖ്ലാഖിൽ അബ്ദ്. ഇബാദത്ത് എടുക്കുന്ന സന്ദർഭത്തിൽ അവന്റെ സ്വഭാവം നല്ലാവരെ. ഇബാദത്ത് കൊണ്ടിട്ട് അവന്റെ സ്വഭാവം നല്ലാവണം. ഒരാൾ ഇബാദത്ത് എടുത്തോല്ല മാത്രം സ്വഭാവം നല്ലാവില്ല, അപ്പൊ അവന്റെ ഇബാദത്തും തന്നിലേറ്റിക്ക് അവന്റെ ഇബാദത്തും സ്വീകരിക്കപ്പെടില്ല അല്ലെ. ഇബാദത്ത് കാലി എടുത്തോ ഇന്നമയാവില്ല. അവന്റെ അമൽ അവന്റെ സ്വഭാവം നല്ലത് വേണം. ആൾമാരൊട്ടിക്ക് ഇടപെടുമ്പോ നല്ലതിലേക്കണം, അർസബറു തീര സ്വഭാവത്തിൽ നല്ലതാക്കണം. അവന്റെ അയൽപ്പക്ക ബന്ധം നല്ലാക്കണം, കുടുംബ ബന്ധം നല്ലാക്കണം. ഇതെല്ലാം നല്ലതായെങ്കിൽ മാത്രമേ അവന്റെ ഇബാദത്തും സ്വീകരിക്കപ്പെടേ. നോക്കൊരു സലഫുമാർ ചൊല്றது കാണും, മൻ വജദ സമറത അമലിഹി ആജിലൻ. ആർക്കെങ്കിലും ഒരാൾ അമലാക്കിയതിരെ സ്വീകാര്യ ഐഡാച്ചൊಂತು ಬೇಗನೆ ಗೊತ್ತಾವನುಂಟಾയെങ്കിൽ ഫഹുവ ദലീലുൻ അലാ വുജൂദിൽ ഖബൂലി ആജില. ഒരാളുടെ സ്വഭാവം നല്ലാവുർദു അത് അവന്റെ അമല് ഇബാദത്ത് സ്വീകരിക്കപ്പെട്ടു ചൊല്ലത് അവനക്ക് അതിൽ ഒരു അടയാളായിട്ട് അവനക്ക് അത് മനസ്സിലാക്കുക സാധ്യമുണ്ട്. ദിക്ർ ഉലമാക്കന്മാർ ചൊല്ലത്. അപ്പൊ അത് കഴിച്ച് ഞങ്ങൾ ഇബാദത്ത് എടുക്കുമ്പോൾ ഞങ്ങളുടെ സ്വഭാവത്തെ വേറെ വെച്ചിട്ട് ഇബാദത്ത് എടുത്തോ പോയെങ്കിമയാവല്ലേ. ഇപ്പൊ കുറെ ആള് റമദാൻ തിങ്കളിലുള്ള ചൊല്ലത് കാണുന്നുണ്ട്, റമദാൻ തീർന്നു പിന്നെ ഞാൻ ഇന്നെ നോക്കുന്നത് അല്ലേ. അപ്പൊ ഇബാദത്ത് എന്തിന് റമദാൻ എന്ത് തീരട്ടെ. അപ്പൊ ഇതെന്ത് ഇബാദത്ത്? ഇബാദത്തിൽ സ്വഭാവം നല്ല ഉണ്ടായെങ്കിൽ പിന്നെ ആ ഇബാദത്ത് എന്തു കൊള്ള. അപ്പൊ അത് ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരു ഹദീസ് ഉണ്ട്, മനിൽ മുഫ്ലിസ്. സഹാബിരങ്ങളോട് കേട്ടിട്ട് എല്ലാ താണ്ടി പാവത്തങ്ങ ആറുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാ. സഹാബിരങ്ങൾ ചൊന്നാർ നബിയെ ദീനാറും ദിർഹം ഇല്ലാത്തന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന അല്ലാ പരലോകത്ത് ചമ്മ ഇബാദത്താക്കി ബണ്ടാർ, നിസ്കാര നോമ്പ് സക്കാത്ത് എല്ലാം ഇക്കർ മാത്രമാ അവന്റെ സ്വഭാവം നല്ലില്ല. ആൾമാർ ഗടിച്ചോ ഇന്ന, ആൾമാരുടെ പൈസ ആൾമാരുടെ കാസർ അന്യായമായിട്ട് എടുത്തോ ഇന്ന, ഡോങ്കിയാക്കിയോ ഇന്ന. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിനെ കടത്തുമ്പോഴത്തേക്ക് ആൾമാർ അള്ളാഹുവെ നിപ്പാട്ടും അവനെ കടിച്ചിന്ന, അവനെ കിതാക്കുന്ന, അവനെ കഥാക്കുന്ന ചൊന്ത് എല്ലാവരും അവന്റെ കംപ്ലൈന്റ് ആക്കി ബണ്ടാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കുക, അവന്റെ എല്ലാ അമലും ഇങ്ക് കൊടുക്കും, എല്ലാ ഇബാദത്തും ഇങ്ക് കൊടുക്കും. അങ്ങനെ അവന്റെ ഇബാദത്തിലെ ആ ഒരു ഗോണി അല്ലെങ്കിൽ ആ ഒരു ഇത് എന്താ ഒരു കാലിയാവും. ലാസ്റ്റിക്ക് ആൾമാർ ബാക്കിക്கிறார். അപ്പൊ എന്താക്കുക, അങ്ങനെ തപ്പുരല്ലാത്ത ഓണ്ടി കെട്ട് കിട്ടും. അങ്ങനെ ഓണ്ടി കെട്ട് ഫുള്ള് തപ്പുന്ന് പറയും. ലാസ്റ്റിക്ക് അവನು നരകത്തേക്ക് പോണേട്ട് പണ്ട് ഗത്തികേട് അവനുണ്ടാവും. അവനെ എത്തിക്കുക ഞങ്ങളെ ഉമ്മത്തിങ്ങളതില് മുഫ്ലിസായവന് ചൊല്ലുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യവും. അപ്പൊ അത് കഴിച്ച് ഞങ്ങളെ സ്വഭാവം നല്ലാക്കില്ല ഉണ്ടായെങ്കിൽ ഇബാദത്ത് കൊണ്ട് ഒരു കാര്യമില്ല ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അഞ്ചാമത്തെ അടയാളം ഞങ്ങൾ ഇബാദത്ത് സ്വീകരിക്കപ്പെടുക ചൊല്ലത് അത് പരിശോധിക്കപ്പെടുക. അഞ്ചാമത്തെ കാര്യം എന്തേ, കർഹുക ലിൽ മഅസിയത്തി അലാമത്തു മിൻ അലാമാത്തിൽ ഖബൂലി ഇൻദല്ലാഹ്. ഞങ്ങളെ ഇബാദത്ത് കബൂലായിരാൻ ചൊല്ല് പരിശോധിക്കപ്പെടുക ചൊന്നെങ്കിൽ പിന്നൊരു അഞ്ചാമത്തെ അടയാള തപ്പുറൊട്ടിക ഒരു വെറുപ്പുണ്ടാവും. തപ്പാക്കരുത്, ഞങ്ങൾ മുന്നോൽ കഞ്ഞു പോയിട്ട് ആയിപ്പോയിട്ട് ഇനി ആ തപ്പുക്ക് നാം മടങ്ങില്ല, അതുക്ക് മടങ്ങരുതരെ അതിനൊട്ടിക്ക് അർസ കാട്ടരുത്. അപ്പൊ ഞങ്ങൾ ഇബാദത്ത് ആക്കിപ്പോയി ഇബാദത്ത് അത് കബൂലായിരുന്നു ചൊല്ലത് കേട്ടി അതിരെ ഒരു അടയാളിക്കറ് ഉലമാക്കന്മാർ ഞങ്ങൾക്ക് വിശദീകരിക്കും അല്ലെ. റമദാൻ തിങ്കൾ സ്റ്റാർട്ട് ആവുകയ്ക്ക് മുന്നോൽ ചമ്മ തപ്പിട്ട് അതെല്ലാം വിട്ടിട്ട് ഞങ്ങൾ നല്ല ഇബാദത്താക്കിയ ആ റമദാൻ തിങ്കൾ കഴിഞ്ഞിട്ട് പിന്നും അതേ തപ്പുക്ക് മടങ്ങറേണ്ടായെങ്കിൽ അവന്റെ ഇബാദത്തുക്ക് സ്വീകരിക്കില്ല. അതല്ല അവനുക്ക് ആ തപ്പുറൊട്ടിക്ക് മടങ്ങരുത്, അതവന് വെറുക്കറ, അതവന് അർസമുണ്ട്. അങ്ങനെ ഉണ്ടായ അവന്റെ ഇബാദത്ത് കബൂലൈത്തുണ്ടായിത്തിക്കറ അതിന്റെ അർത്ഥ. അത് ഉദാഹരണമായിട്ട് ಅದಕ್ಕೆ ദലീലായിട്ട് ഉലമാക്കന്മാർ ചൊല്ലെ സൂറത്ത് ഹുജറാത്തിലെ 17ാമത്തെ ആയത്തേക്ക് വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആൾമാരുടെ ഖൽബുക അല്ലാഹു എന്താക്കറ അങ്ങനെ ഖൽബുക ഈമാൻ നർക്കിറ. ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്താക്കി കാട്ടറ. വകറഹ ഇലൈക്കുമുൽ കുഫ്ര, കുഫ്റുകു മടങ്ങി പോണ്ടേದ್ರೆ അല്ലാഹു അങ്ങനെ മനസ്സ് എന്താക്കറ വെർക്കറ. വൽ ഫുസൂഖ വൽ ഇസ്യാൻ, തപ്പാക്കരുതിൽ നിന്നും ബെടുക്കാത്തതിൽ നിന്നും അങ്ങനെ മനസ്സിക്ക് അർസബണ്ട പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുവിടുക. അപ്പൊ അതേ ടിക്കർ നാം മനസ്സിലാക്കൂല്ലേ, ഞങ്ങളെ ഇബാദത്ത് കബൂലായി ചൊല്ലുற ഒരു അടയാള ടിക്കർ ഞങ്ങളെ മനസ്സിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തപ്പുറൊട്ടിക്ക് അർസ ഇട്ട് തണ്ടത് ചൊല്ലത് നാം മനസ്സിലാക്കും.
അതേപോലെ ആറാമത്തെ അടയാളായിട്ട് ഉലമാക്കന്മാർ ചൊല്ലേ കൽബിൽ എപ്പം അള്ളാഹ് ഒരു ഓർമ്മ പണ്ടത്, അള്ളാഹ് ഒരു ദിക്ർ പണ്ടത്, അള്ളാഹ് ഒരു നെനപ്പ് പണ്ടത്, ഇത് ഞങ്ങൾക്ക് അമല് കബൂലായി ചൊല്ലത് പുള്ള ഒരു അടയാളായിട്ടിക്കറ് അല്ലെ. ഞങ്ങളുടെ കൽബില് അള്ളാഹ് ഒരു ഓർത്തുണ്ടായെങ്കിൽ, അള്ളാഹ് ഒരു നെനപ്പാക്കിണ്ടായെങ്കിൽ ആ കൽബ് സമാധാനം ഉള്ളതാവുന്നു, നെമ്മതി ഉള്ളതാവുന്നു. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുർ റഅദിൽ ചൊന്ന പോലെ അള്ളാഹ് ഒരു ഓർക്കുമ്പോഴേക്ക് മനസ്സ് സമാധാനമാവും, മനസ്സ് നെമ്മതിയാവും. അപ്പൊ അങ്ങനത്തെ ഓർമ്മ അള്ളാഹ് ഒരു ദിക്ർ എടുക്കരുത്. അതേപോലെ അത് മനസ്സിൽ മാത്രമല്ല നാവിലും ഞങ്ങൾ ചൊന്നൊഴിക്കരുത്. ഇതെല്ലാം എന്തിന് അള്ളാഹു ഞങ്ങളെ ഇബാദത്ത് കബൂലാക്കിയതിന് ഒരു അടയാളായിട്ടിക്കറ്, സയൻസ് ആയിട്ടിക്കറ് ചൊത്തു ഉലമാക്കന്മാർ നമുക്ക് വിശദീകരിക്കരുത് കാണും. അപ്പൊ അത് കഴിട്ട് എപ്പം ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ ബായിൽ ദിക്ർ ഉണ്ടാക്കി വെക്കുക, ആ ദിക്ർ എടുക്കുന്ന പോലെ ആവുക ഞങ്ങൾ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര ദിക്റായി ദിക്ർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടില്ലേ. മാത്രല്ല ഗഫ്ലത്തിലെ അശ്രദ്ധലെ രോഗ അല്ലെ, മരണത്തെ നെനപ്പില്ല, പരലോകത്തെ നെനപ്പില്ല, ഇങ്ങനത്തെ അശ്രദ്ധ രോഗമുള്ള ആ അശ്രദ്ധമായ രോഗത്തിൽ നിന്ന് ബച്ചമാവുന്നുണ്ടായെങ്കിൽ ഉലമാക്കന്മാർ ചൊല്ലാറ് 4 സന്ദർഭത്തെ ദിക്ർ ഒരാള് എപ്പം ചൊന്നൊഴിക്കറുണ്ടായി അവന്റെ അശ്രദ്ധ ചൊല്ല, ആ ഗഫ്ലത്ത് ചൊല്ല രോഗത്തിൽ നിന്ന് അവന് ബച്ചമാവുറാണ്. ഏത് ആ 4 സന്ദർഭം? ഒന്ന് അദ്കാറു സ്വബാഹ്, 2 അദ്കാറു മസാ, പിന്നൊന്ന് അദ്കാറു ബഅദ സ്വലാ, പിന്നൊന്ന് അദ്കാറു നൗം അല്ലെ, സുബൈത്തെ ദിക്ർ, അതേപോലെ അസർ ദിക്ർ, അതേപോലെ എല്ലാ ഫർദ് നിസ്കരിച്ചൽ പിന്നുള്ള ദിക്ർ, അതേപോലെ ജാമന ഉറങ്ങ പോകുമ്പോൾ ദിക്ർ. ഈ 4 സന്ദർഭത്തെ ദിക്ർ വർത്ത ചൊല്ലുണ്ടായെങ്കിൽ ഗഫലത്തിൽ നിന്ന് അല്ലാഹു കൊണ്ട് ബച്ചവാക്കാണ്ട് ദിക്ർ ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയത്തെ ഞാൻ ഗൗരവമായി കണ്ടിട്ട് ഇത് ഈ ചൊന്ന 6 അടയാളം ഞങ്ങളുടെ ജീവിതത്തിൽ കാണില്ലാണ്ടായെങ്കിൽ അത് കൊമ്പറുകും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഞങ്ങളെ ഇബാദത്ത് ആക്സെപ്റ്റ് ആവുക വേണ്ടിയിട്ട് ദ്വാർക്കും ഞങ്ങൾ ശ്രദ്ധിക്കണായതിക്കർ ഇഖ്ലാസോട് കൂടി ഞങ്ങൾ ദ്വാർക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ അമലെല്ലാം കബൂലാക്കി തീർക്കട്ട്. പരലോകത്ത് എത്തുമ്പോൾ അതിക്ക് തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ട്. അതേപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധുപോയ എല്ലാ തപ്പും അല്ലാഹു ഞങ്ങൾക്ക് മാഫാക്കി തരട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള ആത്മാർ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ട്. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആക്കി തീർക്കട്ട്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ശനിയാഴ്ച സാറ്റർഡേ ഇഷ നിസ്കരിച്ചാൽ പിന്നെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ സൗദി എയർലൈൻസ് മുട്ടുള്ള ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ഫാമിലി ക്ലാസ് ഉണ്ട്. ആ ഫാമിലി ക്ലാസ് ഇൻഷാല്ല 4 പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ആക്കുക. റമദാൻ തിങ്കളിൽ ഞങ്ങൾ ഇപ്പാട്ടി വെച്ചിരുന്ന ആ ഫാമിലി ക്ലാസ്സിಗೆ ഫാമിലിയൊಟ್ಟಿಗೆ നിങ്ങൾ ഫാമിലി മാത്രമല്ല ബാച്ചുലർസും പറ എല്ലാവരും ആ ക്ലാസ്സിಗೆ പറഞ്ഞു ಅದರ ಫಾಯ್ದೆ എടുക്കണം. സീറത്തുൽ നബി ആയിട്ടിക്കറ് ഞങ്ങൾ എടുത്തോല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്ര അതിലെ 35 ഭാഗ 35 ക്ലാസ് ആയിര് 36ാമത്തെ ക്ലാസ് ആയിട്ടിക്കറ്. ഇത്രത്തോളം കേൾക്കാത്തങ്ങ അത് യൂട്യൂബ് ചാനലിലുണ്ട്. സിറാത്തുൽ മുസ്തഖീം ചൊല്ലുന്ന യൂട്യൂബ് ചാനലിൽ ആ ക്ലാസ് നിങ്ങൾക്ക് കിട്ടറ്. അത് കേൾക്കൂ ഇൻഷാ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രം പഠിക്കുമ്പോഴേക്ക് ഞങ്ങളുടെ ജീവനത്തെ നല്ലാക്കി തീർക്കുക നമുക്ക് സാധ്യവരെ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആ ക്ലാസ്സിൽ ಬಂದು ಅದರ ಫಾಯ್ದೆ എടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.